കോഴിക്കോട് കൂടരഞ്ഞി പൂവാറംതോട് പാറ പൊട്ടിച്ചതിനെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരമില്ല. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കം കുറിച്ചു. ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കരാർ കമ്പനികളാണ് മേഖലയിൽ പാറ ഖനനം നടത്തിയത്. കൂടരഞ്ഞി പൂവാറംതോട് പുതുതായി നിർമ്മിക്കുന്ന ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് മേഖലയിൽ പാറ ഖനനം നടത്തിയത്. കരാർ കമ്പനികളായ ആര്യാകോൺ, PCG കമ്പനികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തികൾ. എന്നാൽ ഇതിന് പിന്നാലെ പ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങി. തുടർന്ന് നാട്ടുകാർ KSEB അധികൃതരെയും കരാർ കമ്പനികളെയും വിവരമറിയിച്ചു. പാറ പൊട്ടിച്ചു തീരുന്ന മുറയ്ക്ക് വീടുകൾ പുനർനിർമ്മാണം നടത്തി വാസയോഗ്യമാക്കുമെന്നായിരുന്നു അവരുടെ ഉറപ്പ്. എന്നാൽ 6 മാസമായിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് MLA ലിൻഡോ ജോസഫ് വിളിച്ചു ചേർത്ത യോഗത്തിൽ കേടുപാടുകളുള്ള വീടുകളുടെ പ്രവൃത്തി ജനുവരി 5-ന് ആരംഭിക്കുമെന്ന് കരാർ കമ്പനി ആവർത്തിച്ചു. എന്നാൽ യാതൊരു നടപടിയും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ജനുവരി 5-ാം തീയതി ലാസ്റ്റായിട്ട് വർക്ക് തുടങ്ങാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് തുടങ്ങാത്ത സാഹചര്യത്തിലാണ് നമ്മൾ സമരത്തിലേക്ക് പോയത്. 2.5 വർഷം മുന്നേ കേടുപാടുകൾ സംഭവിച്ചതാണ്. നിലവിൽ ഇത്രയും നാളായിട്ട് ഒരു നീതിയായിട്ട് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നിലവിൽ പദ്ധതിൻ്റെ ഭാഗമായിട്ട് പാറ പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ പാറ പൊട്ടിച്ച് ഇറക്കിയ സമയത്താണ് നമുക്കിത് വന്നത്. 25 വീടുകൾക്കും ഒരു കന്യാസ്ത്രീ മഠത്തിനും പൂവാറംതോട് ഗവൺമെന്റ് LP സ്കൂളിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കരാർ കമ്പനികളും ഭരണകർത്താക്കളും മൗനം തുടരുന്നത് കാരണം പൂവാറംതോട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. എല്ലാ ഭിത്തിക്കും വിള്ളലുകൾ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലെ എല്ലാ 4 ഭിത്തികൾ, ഒരു മുറിയുടെ 4 ഭിത്തികൾക്കും വിള്ളൽ വന്നിട്ടുണ്ട്. നല്ല വിള്ളലുകളാണ് വന്നിരിക്കുന്നത്. വിള്ളലില്ലാത്തൊരു ഭിത്തി പോലും ഇല്ല. അതുപോലെ 4 വർഷമായുള്ളൂ കോൺവെന്റ് പണിതിട്ട്. ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ പിന്നെയാണ് ഇതുപോലെ വിള്ളലുകൾ വന്നത്. പറഞ്ഞ വാക്ക് പാലിക്കാത്തതാണോ ഈ സമരത്തിൽ സ്ഥാനം? അതെ, അവർ പറഞ്ഞിരുന്നു. പറഞ്ഞായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ് അട്ടപ്പാടിയിൽ നിന്നും കാടിറങ്ങി വന്ന വനസുന്ദരി. അട്ടപ്പാടിയുടെ തനത് രുചിയിൽ തയ്യാറാക്കുന്ന വനസുന്ദരി കഴിക്കാൻ എത്തുന്നവരുടെ തിരക്ക് നിയന്ത്രണാതീതമായതോടെ പുതിയ കൗണ്ടർ തുറന്നാണ് പരിഹാരം കണ്ടത്. കാടിറങ്ങി വന്ന് തരംഗമായതിന് പിറകെയാണ് ഇപ്പോൾ വനസുന്ദരി കുടുംബശ്രീ ദേശീയ സരസ് മേളയിൽ ചരിത്രം സൃഷ്ടിക്കുന്നത്. മേളയുടെ ആരംഭം മുതൽ ഫുഡ് കോർട്ടിൽ സജ്ജമാക്കിയ അട്ടപ്പാടിയിലെ വനസുന്ദരി എന്ന ചിക്കൻ വിഭവത്തിന് ആവശ്യക്കാർ ഏറെയാണ്. മേളയുടെ 5-ാം ദിവസം വൈകുന്നേരത്തോടെ വനസുന്ദരിക്ക് വേണ്ടി നിയന്ത്രണാതീതമായ തിരക്ക് നിയന്ത്രിക്കാൻ വഴിയില്ലാതായതോടെ പുതിയൊരു കൗണ്ടർ തുറന്ന് പരിഹാരം തേടി. അവിടെയും കുറഞ്ഞ സമയം കൊണ്ടെത്തിയത് 100 കണക്കിന് പേർ. വൈകുന്നേരത്തോടുകൂടി വനസുന്ദരിക്ക് മാത്രമുണ്ടായത് 3 ലക്ഷത്തിലധികം രൂപയുടെ കച്ചവടം. അട്ടപ്പാടിയുടെ വനസുന്ദരി എന്ന പരിപാടി, അത് ഒരു കൗണ്ടറിൽ നമുക്ക് നിർത്താൻ കഴിയാത്ത തിരക്കുമുണ്ട്. ഏകദേശം ഒരു ദിവസം 2 ലക്ഷം രൂപയിലധികം ബിസിനസ് നടക്കുന്ന സ്ഥിതി വന്നപ്പോൾ നമുക്ക് കൊടുത്തെത്തിക്കാൻ കഴിയാതെ വന്നു. ഇന്ന് വീണ്ടും 2ാമത്തെ കൗണ്ടർ തുറന്നു. പക്ഷേ 2 കൗണ്ടറിലും തുല്യമായ തിരക്കാണ്. വനസുന്ദരി തേടിയെത്തുന്നവർക്കും വിഭവത്തെക്കുറിച്ച് മികച്ച അഭിപ്രായം. അട്ടപ്പാടി കൂക്കമ്പാളയം ആദിവാസി ഉന്നതിയിലെ രുചിപ്പൂരം കുടുംബശ്രീ അംഗങ്ങളാണ് വിഭവം തയ്യാറാക്കുന്നത്. പച്ചക്കുരുമുളകും കാന്താരിയും പാലക്കിലയും മല്ലിയും പുതിനയും കാട്ടുജീരകവും ചില പച്ചിലകളും ചേർത്തരച്ച കൂട്ടിലേക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് കല്ലിൽ വെച്ച് പൊള്ളിച്ച് ചതച്ചെടുത്താൽ വനസുന്ദരി തയ്യാറാകും. ന്യൂസ് 18 പട്ടാമ്പി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.